ഹലോ, എല്ലാവർക്കും നമസ്കാരം. എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ വീട്ടിൽ തന്നെ എങ്ങനെ പനീർ ഉണ്ടാക്കാം എന്നുള്ള വീഡിയോ ആണ് കാണാൻ പോകുന്നത്. പലർക്കും ഇത് അറിയാമായിരിക്കും. അപ്പോൾ നമുക്ക് പനീർ വാങ്ങാൻ കിട്ടിയില്ല എങ്കിലും വളരെ പെട്ടെന്ന് തന്നെ നമുക്കത് വീട്ടിൽ ഉണ്ടാക്കിയെടുക്കാവുന്നതേ ഉള്ളൂ. നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഞാൻ പോസ്റ്റ് ചെയ്യുന്ന പനീർ ഡിഷസൊക്കെ ഇത് വെച്ചൊന്ന് ഉണ്ടാക്കിയൊക്കെ നോക്കി ഫീഡ്ബാക്സ് ഒക്കെ അറിയിക്കണം. അപ്പോൾ നമുക്ക് വീഡിയോ കണ്ടു നോക്കാം. ഹോം മെയ്ഡ് പനീർ ഉണ്ടാക്കാനായിട്ട് എന്തെല്ലാം ഇൻഗ്രീഡിയൻസ് വേണമെന്ന് നോക്കാം. 1 ലിറ്റർ പാലാണ് ഞാൻ എടുത്തിരിക്കുന്നത്. പിന്നെ നമുക്ക് ഒരു സ്ട്രെയിനർ വേണം, ഒരു തുണി വേണം, കട്ടി കുറഞ്ഞ നീറ്റായിട്ടുള്ളൊരു തുണി കഴുകിയെടുക്കണം. അതുപോലെ 2 ലെമണിൻ്റെ ജ്യൂസ് എടുത്തിട്ടുണ്ട്, അതൊന്ന് അരിച്ചെടുക്കണം. പിന്നെ കുറച്ച് ഐസ് ക്യൂബ്സ്, ഇത് തണുത്ത വെള്ളം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. നമുക്ക് പാലടുപ്പത്ത് വെച്ച് തിളപ്പിക്കാം. ഇളക്കിക്കൊണ്ടിരിക്കണം. ഇപ്പം നല്ലവണ്ണം തിളച്ചു വന്നിട്ടുണ്ട്. ഇതിലേക്ക് കുറേശ്ശെ ലെമൺ ജ്യൂസ് ഒഴിച്ചു കൊടുക്കാം. സാവകാശം ഇളക്കി കൊടുക്കണം. രണ്ട് ലെമണിൻ്റെ ജ്യൂസിനകത്തേക്ക് ഞാൻ 2 ടേബിൾ സ്പൂൺ വെള്ളവും കൂടി ചേർത്താണ് എടുത്തിരിക്കുന്നത്. അത്രയും ഒഴിച്ചു. അതായത് ഇപ്പോൾ ഏകദേശം 4 ടേബിൾ സ്പൂൺ ലെമൺ ജ്യൂസ് ഞാൻ ഒഴിച്ചിട്ടുണ്ട്. അപ്പോഴേക്കും പാലൊക്കെ നല്ലവണ്ണം പിരിഞ്ഞ് വെള്ളമൊക്കെ ഒരു ഗ്രീൻ കളറായിട്ടുണ്ട്. സ്ട്രെയിനറിൻ്റെ മുകളിൽ നല്ലവണ്ണം കഴുകിയ തുണി വിരിച്ചിട്ട് അതിലേക്ക് നമുക്ക് ഈ മിശ്രിതം ഒഴിച്ചു കൊടുക്കാം. പെട്ടെന്ന് തന്നെ ഇതിങ്ങനെ ഒഴിച്ചു കൊടുക്കണം. ഇനി അതൊന്ന് തണുത്ത വെള്ളമൊഴിച്ച് കഴുകിയെടുക്കാം. അതിനുശേഷം തുണിയിൽ കെട്ടി നല്ലവണ്ണം പിഴിഞ്ഞെടുക്കണം. ആ വെള്ളം മുഴുവനും പോകണം. വെള്ളം കളയരുത് കേട്ടോ. ഒരുപാട് പോഷകഗുണമുള്ള വെള്ളമാണിത്. വേ എന്ന് ഇംഗ്ലീഷിൽ പറയും. നാച്ചുറൽ പ്രോട്ടീൻ്റെ കലവറയാണിത്. അതുകൊണ്ട് ഇത് ഒട്ടും കളയരുത് ഈ വെള്ളം. വെയിറ്റ് എന്തെങ്കിലും വെച്ചൊന്ന് നല്ലവണ്ണം പ്രസ് ചെയ്ത് ആ വെള്ളം കളയും. ഇതുപോലെ ഇപ്പോൾ ഈ കല്ല് തന്നെ മുകളിൽ കയറ്റി വെച്ചാലും മതി. ഞാനിപ്പോൾ അതെടുത്തിട്ട് വേറൊരു ചപ്പാത്തിക്കല്ല് അതിൻ്റെ മുകളിൽ എടുത്തു വയ്ക്കുന്നുണ്ട്. ഒരു മാർബിൾ പീസാണ്. ഒരുപാട് വെയിറ്റ് മുകളിൽ കയറ്റി വയ്ക്കരുത്, അപ്പം പനീർ കുറച്ച് ഹാർഡായിപ്പോവും. ഇത് അരിച്ച് കിട്ടിയ വെള്ളമാണ്. ഈ വെള്ളം നമ്മൾ കളയാൻ പാടില്ല. കുട്ടികളുടെ ഫുഡിലൊക്കെ ആഡ് ചെയ്യുക. അതുപോലെ നമ്മൾ ചപ്പാത്തി കുഴയ്ക്കുമ്പോഴും അപ്പം ഉണ്ടാക്കുമ്പോഴും ഒക്കെ ഇത് നമുക്ക് ഉപയോഗിക്കാം. അതുപോലെ സ്കിന്നിനും ഒക്കെ വളരെ നല്ലതാണ്. 1 മണിക്കൂറിന് ശേഷം അത് എടുത്തിട്ട് ഇതുപോലെ നല്ല സൂപ്പർ പനീർ കിട്ടിയിട്ടുണ്ട്. തുണിയിൽ കെട്ടി വയ്ക്കുന്ന സമയത്ത് കെട്ടൊരു സൈഡിലേക്കാക്കി നല്ലവണ്ണം പ്രസ് ചെയ്ത് വെക്കുകയാണെങ്കിൽ നല്ല ഷേപ്പിലുള്ള പനീർ നമുക്ക് കിട്ടും. നമുക്കിതൊന്ന് മുറിച്ചെടുക്കാം. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പനീറാണ് കിട്ടിയിരിക്കുന്നത്. ഇതുപോലെ മുറിച്ച് ഒരു ബോക്സിലാക്കി ഫ്രിഡ്ജിൽ 2-3 ദിവസമൊക്കെ സൂക്ഷിച്ച് വയ്ക്കാവുന്നതാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നല്ല അടിപൊളി ഹോം മെയ്ഡ് പനീറാണ്. ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ പുതിയ വീഡിയോസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.